കോളേജിന് നാക്കിൻ്റെ A++ അക്രഡിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ അതേ കോളേജ് ഓട്ടോണമസ് ആയി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പഠനകാലം ഞങ്ങളുടെ കളറാ. UGയിലും PGയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ. An inspiring journey into the future. തെരുവു നായ്ക്കൾക്കെതിരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മൂവാറ്റുപുഴ നഗരസഭ. തെരുവു നായ്ക്കളെ പിടികൂടി നിരീക്ഷണത്തിലാക്കിയും വ്യാപകമായി നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകിയുമാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയത്. കഴിഞ്ഞ ദിവസം 8 പേരെ ആക്രമിച്ച നായ പേവിഷബാധയെ തുടർന്ന് ചത്ത സാഹചര്യത്തിലാണ് നടപടികൾ വേഗത്തിലാക്കിയത്. മൂവാറ്റുപുഴ നഗരസഭയിൽ തെരുവു നായ്ക്കൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം നഗരത്തിലെ 4 വാർഡുകളിൽ 8 പേരെ കടിച്ച നായ പേവിഷബാധയെ തുടർന്ന് ചത്ത സാഹചര്യത്തിലാണ് അടിയന്തര കൗൺസിൽ യോഗം ചേർന്ന് തെരുവു നായ്ക്കൾക്കെതിരെ ശക്തമായ പ്രതിരോധമെടുക്കാൻ നഗരസഭ തീരുമാനിച്ചത്. കോട്ടയത്ത് നിന്നും എത്തിയ 4-അംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ നഗരത്തിലെ തെരുവു നായ്ക്കളെ പിടികൂടി. പേവിഷബാധയേറ്റ് ചത്ത നായ സഞ്ചരിച്ച 4 വാർഡുകളിൽ നിന്ന് പിടിച്ച 12 നായ്ക്കളെ വാക്സിൻ നൽകിയ ശേഷം നഗരസഭ തന്നെ തയ്യാറാക്കിയ പ്രത്യേക നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പേവിഷബാധയേറ്റ് ചത്ത നായ മറ്റു നായകളുമായി സമ്പർക്കത്തിൽ വന്നോ എന്നറിയുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള പേവിഷബാധ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ എന്നറിയുന്നതിനുമാണ് പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. നഗരസഭയുടെ പ്രവർത്തനരഹിതമായി കിടക്കുന്ന ആധുനിക മത്സ്യ മാർക്കറ്റ് അറ്റകുറ്റപ്പണികൾ ചെയ്താണ് നായ്ക്കളെ താമസിപ്പിക്കുന്നതിന് സജ്ജമാക്കിയത്. മൂവാറ്റുപുഴ നഗരത്തിലെ മറ്റു വാർഡുകളിൽ നിന്നും 35ഓളം നായ്ക്കളെ പിടികൂടി വാക്സിൻ നൽകിയ ശേഷം വിട്ടയച്ചു. നഗരത്തിലെ മുഴുവൻ വളർത്തു നായ്ക്കൾക്കും ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ PP എൽദോസ് അറിയിച്ചു. കഴിഞ്ഞ 9-ാം തീയതി ഉണ്ടായ നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ സംഭവം എല്ലാവർക്കും അറിയാം. അതിനുശേഷം ഇന്നലെ മിനിഞ്ഞാന്ന് നായ ചത്തു. ഇന്നലെ പോസ്റ്റ്മോർട്ടം ചെയ്തു. റിപ്പോർട്ട് പോസിറ്റീവായ മാറിസ്ഥിതിക്ക് അടിയന്തര കൗൺസിൽ യോഗം ചേർന്ന് ചില കാര്യങ്ങൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 7 മണി മുതൽ പട്ടണത്തിലെ തെരുവു നായ്ക്കളെ പിടികൂടി വാക്സിനേഷൻ നടത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ നിരവധിയായ നായ്ക്കളെ പിടികൂടിയിട്ടുള്ള വാക്സിനേഷൻ നടത്തി അവരെ നഗരസഭ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഈ ചത്ത നായ മറ്റേതെങ്കിലും നായ്ക്കളെ കടിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത ഇല്ലാത്തതിനാൽ ഒരു 10-15 ദിവസം പിടികൂടുന്ന നായ്ക്കളെ പേവിഷബാധ ഉണ്ടോ എന്ന് നിരീക്ഷിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും പട്ടണത്തിലെ മുഴുവൻ തെരുവു നായ്ക്കൾക്കും വാക്സിനേഷൻ നൽകും. സ്വകാര്യ വ്യക്തികളുടെ നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകിയിട്ടില്ലെങ്കിൽ അതിനുള്ള നടപടി സ്വീകരിക്കും. ലൈസൻസ് എടുപ്പിക്കാനുള്ള കർശന നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വകാര്യ വ്യക്തികൾ വളർത്തുന്ന നായ്ക്കളെ വീട്ടിൽ പൂട്ടിയിട്ട് അല്ലെങ്കിൽ കൂടിനകത്തിട്ട് വളർത്താനുള്ള നടപടി കൂടി അവരുടെ ഉടമകൾ സ്വീകരിക്കണം എന്നാണ് നഗരസഭയ്ക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തെരുവിലേക്ക് ഇറക്കി വിട്ടാൽ സ്വാഭാവികമായും ആ നായയെ പിടികൂടും. ഉടമയ്ക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കും എന്ന് അറിയിക്കുന്നു. വളർത്തുമൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നടത്തുന്നതിനും തീരുമാനമായിട്ടുണ്ട്. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.